5000 വർഷം പഴക്കമുള്ള ബോട്ടിന്റെ ആകൃതിയിലുള്ള നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഭൂമിയെ വിഴുങ്ങി പ്രളയജലം ഒഴുകിയപ്പോൾ കരയിലെ സകല മൃഗങ്ങളെയും മനുഷ്യരെയും സസ്യജാലങ്ങളെയും ഒരു പെട്ടകത്തിലാക്കി ഭൂമിയിലെ ജീവനുകളെ രക്ഷിച്ച ബൈബിൾ കഥയിലെ നോഹയെക്കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും. ക്രിസ്തു മതത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിലേറെ പഴക്കമുള്ള ഒരു പുരാണ കഥ ഒരു വെറും മിഥ്യയാണെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ചില പുരാവസ്തു ശാസ്ത്രജ്ഞർ ഇതിന് ചരിത്രപരമായ പ്രാധാന്യം അവകാശപ്പെടുന്നു. പിന്നീട് ആ കഥയെ മതമേറ്റെടുത്തപ്പോഴാണ് അത് അവിശ്വസനീയമായി മാറിയതെന്നും ഇക്കൂട്ടർ കരുതുന്നു. പൗരാണിക സംസ്കാരത്തിൽ ഏറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഗ്രഹാം ഹാൻകോക്ക് തൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി സീരീസായ ഏൻഷ്യൻ അപ്പോക്കാലിപ്സിൽ ഇത്തരം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പുതിയൊരു പുരാവസ്തു കണ്ടെത്തൽ അതിപുരാതനമായ ഒരു കപ്പൽ അവശിഷ്ടം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നു. തുർക്കി ഇറാൻ അതിർത്തിയിലെ ഒരു ഭൗമശാസ്ത്ര സ്ഥലം ഖനനം ചെയ്ത പുരാവസ്തു ഗവേഷകരുടെ സംഘമാണ് നോഹയുടെ പെട്ടകത്തോട് സാമ്യമുള്ള ഒരു വലിയ ബോട്ടിന്റെ അവശിഷ്ടം കണ്ടെത്തിയെന്ന വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുന്നത്. ബോട്ടിന്റെ ആകൃതിയിലുള്ള ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ള ഒരു കുന്നിന് സമാനമായ പ്രദേശമാണിതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തുർക്കിയുടെ ഈ കിഴക്കൻ പർവ്വതനിരകൾ നോഹയുടെ പെട്ടക അവശിഷ്ടങ്ങൾ എന്നും വിളിക്കപ്പെടുന്നു. തുർക്കി അഗ്രിയിലെ ഡോഗുബയാസിറ്റ് മേഖലയിൽ ഇറാൻ തുർക്കി അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ദുരുപിനാർ രൂപീകരണമാണ് ഈ കണ്ടെത്തലിൻ്റെ കേന്ദ്രബിന്ദു. 538 അടി ഉയരവും പ്രാഥമികമായി ലിമോണൈറ്റും ചേർന്ന ഭൗമശാസ്ത്രപരമായ ലാൻഡ്മാർക്കാണ് ദുരുപിനാർ രൂപീകരണം എന്നറിയപ്പെടുന്നത്. ഈ അവശിഷ്ടങ്ങൾ ഐതിഹാസികമായ നോഹയുടെ പെട്ടകത്തിൻ്റെ ചില അവശിഷ്ടങ്ങളാണെന്ന് തദ്ദേശീയർ നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്നു. ബൈസൻ്റെയർ കാലങ്ങളിൽ ഈ പ്രദേശത്ത് രക്തരൂക്ഷിതമായ കുരിശുയുദ്ധങ്ങൾ നടന്നിരുന്നു.